നമസ്കാരം. നമസ്കാരം. അതായത് ഇന്നലെ വാൽപ്പാറയിൽ വെച്ച് അതിൻ്റെ 13ാമത്തെ വളവിൽ വെച്ച് താഴേക്ക് ഒരു സ്കൂളിൽ നിന്ന് ടൂറുമായി പോയ വാൻ മറിഞ്ഞ് 9 പേർ മരിച്ചു, 4 പേർ വളരെ അത്യാസന്ന നിലയിലാണ്. തികച്ചും നമ്മളെയെല്ലാം ഞെട്ടിച്ച ഹൃദയഭേദകമായ കാഴ്ചകളാണ് പാങ് UP സ്കൂളിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് ബോഡികളെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊട്ടിക്കരയാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. അവിടെയുള്ളവർ മാത്രമല്ല, കേരളം മുഴുവൻ ആ ദൃശ്യങ്ങൾ അത് കേട്ടിട്ട് വല്ലാത്ത നടുക്കത്തിലാണ് എന്ന് പറയാൻ പറ്റും. ഇതിനെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ആദ്യം തുറന്നു കാട്ടേണ്ടത് ദുരന്തങ്ങളോടുള്ള സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് മലയാളിയുടെ സമീപനമാണ്. ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് അത് വളരെ ഗൗരവത്തോടെ കാണുകയും വളരെ സങ്കടപ്രകടനങ്ങൾ, ഖേദപ്രകടനങ്ങൾ, കുട്ടികളെ ആശ്വസിപ്പിക്കൽ, രോഗികൾക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുക്കുന്നുള്ള വാഗ്ദാനങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും നടത്തും. പക്ഷെ ദുരന്തം അതിൻ്റെ ആ പീരീഡ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയും തോറും അവരെല്ലാം പൂർണ്ണമായിട്ട് അവഗണിക്കപ്പെട്ടവരാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണം എന്ന് പറയുന്നത്, ഇവിടെ ഊരാളുങ്കൽ സൊസൈറ്റി പണ്ടത്തെ വീടുകൾ പണിത് കൊടുത്തു. അത് ഉദ്ഘാടനം എന്ത് ഭയങ്കര ആഘോഷത്തോടെ മാമാങ്കത്തോടെ നടത്തി. പക്ഷേ ഓരോ വീടുകളും വിള്ളലുണ്ടായി അപകടസ്ഥിതിയിലേക്ക് മാറുമ്പോൾ ആരും പ്രതികരണങ്ങൾ വരുന്നില്ല. അത് മനുഷ്യനിർമ്മിതമാണെങ്കിൽ ഇത് ആക്സിഡൻറ്റ് എങ്ങനെ ഉണ്ടായി നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യനിർമ്മിതമാകാം, ഡ്രൈവറുടെ അശ്രദ്ധയാകാം, മെക്കാനിക്കൽ ഡിഫക്റ്റ് ആകാം, റോഡിൻ്റെ ഡിസൈനിങ്ങിൻ്റെ പ്രശ്നമാകാം, അങ്ങനെ പല കാര്യങ്ങളുണ്ടാകും. ഇതിനെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നത്? ഇത്രയും പേര് മരിച്ചു എന്നുള്ളൊരു സത്യമുണ്ട്, അതൊരു വലിയ സത്യമാണ്. നമുക്ക് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് പ്രധാനം. ഇവിടെ വാൽപ്പാറ എന്നുള്ള സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്, ബൈ ചാൻസ് എത്തിപ്പെട്ടതാണ്. അതായത് മധുരയിൽ ഒരു മരണമായി ബന്ധപ്പെട്ട് അവിടെ പോയ സമയത്ത് മടങ്ങി, ഞങ്ങളൊരു 7 പേരടങ്ങുന്ന സംഘം മടങ്ങി, ഇന്നോവ കാറിലായിരുന്നു. ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള ജിഷ മേഡവും അവരുടെ സെക്യൂരിറ്റി അടക്കമുള്ള ആളുകളും പിന്നെ ഞാനും മകനുമായിരുന്നു ഉണ്ടായിരുന്നത്. മകനായിരുന്നു കാർ ഓടിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും എളുപ്പ വഴിക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ലൊക്കേഷൻ എടുത്തിട്ട് ഞങ്ങൾ മടങ്ങി വരിക. ഏറ്റവും ഷോർട്ട് റൂട്ട് കൂടെ വന്ന് ഞങ്ങൾ കുടുങ്ങിയത് വാൽപ്പാറയിലാണ്. വാൽപ്പാറ എത്തിയ ചെക്ക് പോസ്റ്റിൽ അവർ കടത്തിവിടാൻ തയ്യാറായില്ല. കാരണം ആനകളുണ്ട് എന്ന് പറഞ്ഞിട്ട് രാവിലെ കടത്തിവിടാൻ തയ്യാറായില്ല. പിന്നീട് ഒരു 7 മണിയാകുമ്പോഴാണ് അവർ കടത്തിവിട്ടത്. എന്ത് നയനമനോഹരമായ കാഴ്ചയാണെന്ന് അറിയാമോ? എന്തൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണെന്ന് അറിയാമോ? ഇത്രയും മനോഹരമായ സ്ഥലം നമ്മൾ അടുത്തുണ്ടായിട്ട് നമുക്കൊന്നും അവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു വിഷമം തന്നെയാണ്. ഞാനും അവിടെ പോയില്ലല്ലോ മുമ്പ് എന്ന് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാടും അതേപോലെ അരുവികളും ഒക്കെ നിറഞ്ഞ് വളരെ മനോഹരമായ സ്ഥലം, സൂര്യൻ ഇങ്ങനെ ഉദിച്ചിങ്ങനെ വരുന്ന മനോഹരമായ ദൃശ്യങ്ങൾ. അങ്ങനെ ആതിരപ്പള്ളി കഴിഞ്ഞിട്ടാണ് പോരുന്നത്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടമെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ 40ഓളം ഇതുണ്ട്, എന്ത് ഹെയർപിന്നുകളുണ്ട്. ഇവിടെ ഉണ്ടായിരിക്കുന്നത്, ഇവിടുന്ന് ഒരു മലപ്പുറത്ത് പുറപ്പെട്ട് പൊള്ളാച്ചിയിലേക്ക് പോകുന്ന വഴിക്കുള്ള 13ാമത്തെ വളവെത്തിയപ്പോഴാണ്, എയർപിൻ വളവെത്തിയപ്പോഴാണ് നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുന്ന. എങ്ങനെയാണ്? 500 അടി താഴെ, 500 അടി താഴെ ഒരു വാൻ, ഒരു ടൂറിസ്റ്റ് വാൻ മറിഞ്ഞു കഴിഞ്ഞാൽ പൊടി ഉണ്ടാവില്ല. ആ വാൻ താഴേക്ക് വീഴുന്ന 9ാം ഹെയർ പിന്നിൻ്റെ റോഡിലേക്കാണ്. തകർന്ന് തരിപ്പണമായിട്ടാണ് ഇതാവുന്നത്. എൻ്റെ ഏറ്റവും രസകരമായ കാര്യം, ഒരു കണ്ണ് കാണാത്ത അബ്ദുൽ മജീദ് എന്ന് പറയുന്ന ഒരു മാഷ്, ആ മാഷും അദ്ദേഹത്തിൻ്റെ ഭാര്യയും റുഖിയ എന്ന് പറയുന്നവരും കൂടെ പോയിരുന്നു. ആ മാഷെ സംബന്ധിച്ചിടത്തോളം കണ്ണ് കാണുന്നില്ലെങ്കിൽ സ്കൂളിലെ കുട്ടികൾക്ക് ഏറ്റവും മനോഹരമായി ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഒരാളാണ്. കണ്ണിൻ്റെ കാഴ്ചയില്ലാതെ തന്നെ എങ്ങനെ പഠിപ്പിക്കാം എന്ന് ആ സ്കൂളിൽ മാത്രമല്ല ആ നാട്ടുകാർക്ക് മുഴുവൻ ഏറ്റവും സുപരിചിതരായ ആൾക്കാണ്. അജിത എന്ന് പറയുന്ന അവിടുത്തെ ഹെഡ്മിസ്ട്രസിനെ സംബന്ധിച്ചിടത്തോളം ആ സ്കൂൾ എന്ന് പറഞ്ഞാൽ UP സ്കൂളാണല്ലോ. അപ്പം ആ സ്കൂളിൽ കുട്ടി 1ാം ക്ലാസ് മുതലുള്ള പഠനം. അപ്പോൾ അധ്യാപകർ മാത്രമല്ല അവിടെ നാട്ടുകാരിനടുത്ത ബന്ധമായിരിക്കും. കാരണം കുട്ടികളെ 1ാം ക്ലാസ് മുതൽ കുട്ടികളെ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന മാതാപിതാക്കളുടെ വിഷമങ്ങൾ പരിധിവരെ തീരുന്നത് ഈ പ്രധാന അധ്യാപികയെ കാണുമ്പോഴായിരിക്കും. അത്രയും ഒരു ഹൃദയ ബന്ധമാണ് അവിടുത്തെ ജനങ്ങളുമായി. പിള്ളേരും സമൂഹമായിട്ട് ആ സ്കൂൾ വളർന്നത്, അത്രയും ഡെവലപ്പ് ചെയ്തത് ആ ടീച്ചറുടെ മിടുക്കൊണ്ടാണ്. ഒരു സ്കൂൾ എങ്ങനെ ജനങ്ങളുമായി അടുത്ത ബന്ധമുണ്ടാകാം, എത്രമാത്രം സ്കൂളിന് പ്രാധാന്യമുണ്ട് ഒരു നാട്ടിൻ്റെ വളർച്ചയിൽ, ഒരു സ്കൂൾ എത്രമാത്രം ആശ്വാസമാണ് ആ നാടിന്, ഇതൊക്കെ തെളിയിക്കുന്ന ഒരു സ്കൂളായിരുന്നു ഈ പാങ്ങി LP സ്കൂൾ.
അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാന അധ്യാപിക അടക്കമുള്ള 9 പേരാണ് മരിച്ചത്. 2 പേരാണ് പുറമേ നിന്ന് വന്ന ആൾക്കാർ. ഇപ്പം 4 പേരുടെ സ്ഥിതിയിൽ ഒരു കുട്ടി യുടെ സ്ഥിതി വളരെ ദയനീയമായ സ്ഥിതിയാണ്. അതിൻ്റെ പകുതി ഭാഗം ചലിക്കാതെ കിടക്കുകയാണ്. ബാക്കി 3 പേര് വളരെ അതീവ ഗുരുതരമായ അവസ്ഥയിലാണ്. അപ്പോൾ 9ഉം 3ഉം 12 പേര് മരിച്ചു എന്ന് നമുക്ക് കരുതാം. അല്ലെങ്കിൽ മരിച്ചതിനൊക്കെ ജീവിക്കുക, അങ്ങനെ ആയിരിക്കും അവരുടെ സ്ഥിതി എന്നുള്ളതാണ്. കടന്നല്ല മരിക്കുന്നതായിരിക്കും നന്നാവുക. കാരണം തീരെ ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന കടന്നല്ല. അപ്പം നമ്മളിതിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത്തരം ദുരന്തങ്ങൾ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം. ഏറ്റവും സന്തോഷത്തിനിടയിലും ഇപ്പം വിഷുവൊക്കെ കഴിഞ്ഞു, ഏറ്റവും സന്തോഷിക്കുന്ന ഘട്ടത്തിൽ ഒരു സ്കൂളിലെ അധ്യയന കാലം കഴിഞ്ഞ് വെക്കേഷൻ സമയത്ത് അവർക്ക് ഒരു ഉല്ലസിക്കാനുള്ള സമയത്താണ് ഇവരെല്ലാവരും കൂടെ ഒരു ഔട്ട്ഡോറിന് പോയിരിക്കുന്നത്. ആ സമയത്താണ് ഈ ദുരന്തം ഉണ്ടായത്. നമുക്കറിയാം, നേരത്തെ കേരളത്തിലുണ്ടായിട്ടുള്ള 2 ദുരന്തങ്ങൾ നമ്മളെ വല്ലാതെ വിഷമം. ഒന്ന് ഞാൻ പങ്കാളിയായിരുന്നു. പങ്കാളി എന്ന് പറഞ്ഞാൽ ആ സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ അവിടെ എത്തിയിരുന്നു. അത് 2001 നമ്മളെ കോഴിക്കോട് കടലുണ്ടി ദുരന്തമായിരുന്നു. ആ ദുരന്തത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് മറിഞ്ഞ് കിടന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ആ വെള്ളത്തിൽ വീണ് കിടന്നിട്ട് എന്താ സംഭവിച്ചെന്നുള്ള അറിയത്തില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മളെല്ലാവരും അതിൻ്റെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണല്ലോ. അപ്പം അന്ന് അതിനു വേണ്ടി നമ്മൾ നേതൃത്വം കൊടുത്തതിനൊക്കെ ഓർക്കുമ്പം നമുക്ക് ആ ഞെട്ടൽ ഇപ്പോഴും മാറില്ല ആ രംഗങ്ങൾ കണ്ടിട്ട്. അതുപോലെ പെരുമൺ ദുരന്തത്തെപ്പറ്റി ഇതുവരെ കൃത്യമായൊരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച മഹാരാജ് സ്കൂളിൽ ജൂനിയറായിട്ട് പഠിച്ച വളഞ്ഞമ്പലത്തുള്ള സുശീലൻ എന്ന് പറഞ്ഞ ഒരു പയ്യൻ ആ ട്രെയിനിൽ പോയി മരിച്ചു എന്ന് മാത്രം അറിയാം, വേറെ ഒന്നും അറിയത്തില്ല. മറ്റ് ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. എന്തിനാണ് പോയി, എങ്ങനെയാണ് പോയി, ഇതൊന്നും ആർക്കും അറിയത്തില്ല. അങ്ങനെ കൂട്ടമരണം നടക്കുമ്പോൾ നമുക്ക് സ്പെസിഫിക്കേഷൻ കിട്ടാൻ പഠിക്കും. ഇപ്പോൾ പോയ കുട്ടികളെക്കുറിച്ച് കറക്റ്റ് എണ്ണമുണ്ട്, ആരൊക്കെയാണ് മരിച്ചതെന്നറിയാം. പിന്നെ ഏറ്റവും പ്രധാനം ഇതിന് സോഷ്യൽ അറ്റൻഷൻ കുറയും. ഇത് പാവം പിടിച്ചൊരു സ്കൂളിലെ കുറേ പാവം പിടിച്ച ഗവൺമെൻറ് സ്കൂളിലെ പിള്ളേരായിരിക്കും പോയിരിക്കുന്നത്. പക്ഷേ വലിയ ഊട്ടിയിലെ സ്കൂളിലോ കൊടൈക്കനാലിലെ സ്കൂളിലെ പിള്ളേരാ പോവുകയും വലിയ വലിയ പുള്ളികളുടെ മക്കൾ കളക്ടറുടെയും എഞ്ചിനീയർമാരുടെയും മക്കളും ഒക്കെ മന്ത്രിമാരുടെയൊക്കെ മക്കൾ ആണ് അവിടെ വന്ന് പഠിക്കുന്നതെങ്കിൽ കിട്ടാൻ പോകുക ഇതിന് അത്രയും അറ്റൻഷനെ കിട്ടുള്ളൂ. സാധാരണ ഒരു അപകട വാർത്തയ്ക്ക് അപ്പുറത്തേക്ക് ഇത് പോവുകയില്ല. മറ്റേത് അതിൻ്റെ സ്റ്റോറി, വണ്ടി പുറപ്പെട്ട സമയം, വണ്ടി നിർത്തിയ സമയം, ചായ കുടിച്ച്, ഇങ്ങനത്തെ അതിൽ പോലും ഇത്തരം ദുരന്തങ്ങളിൽ പോലും മനുഷ്യത്വം മാറ്റി വെച്ചിട്ട് വേറൊരു അളവുകൾ ഇവിടെ കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഈ കുട്ടികൾ, ഇവരുടെ പഠിക്കേണ്ടിയിരുന്ന കുട്ടികളുണ്ട്, ഇവരുടെ രക്ഷകർത്താക്കൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പിള്ളേർ പഠിച്ച് വലുതായി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ നേടണം എന്ന് ആഗ്രഹിക്കുന്ന രക്ഷകർത്താക്കൾ ഈ കൂട്ടത്തിൽ കാണും. കട്ടിച്ചാരിക്കും വിടുന്നവരെ അങ്ങോട്ട്, അല്ലെങ്കിൽ ഇത്തരം വണ്ടിയെ വിടിയല്ല. ഇതിൽ ആ സ്കൂളിലെ അധ്യാപകരാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഞാൻ സ്കൂളിൽ 3 അധ്യാപകരേ ഉള്ളൂ. ബാക്കി ഉള്ള ആളുകൾ ഇതിൽ പോയി കഴിഞ്ഞു, 7 പേര് പോയി കഴിഞ്ഞു. അപ്പം ആ സ്കൂൾ ഏകദേശം അടച്ചിട്ടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ഇപ്പം ഇനി വേറെ സ്കൂളിൽ നിന്ന് അധ്യാപകരെ എത്തിച്ചിട്ടോ, പ്രധാന അധ്യാപികയടക്കം പോയി കഴിഞ്ഞു. മുമ്പ് നമ്മുടെ പെരുമൺ ദുരന്തത്തിൽ 105 പേരാണ് മരിച്ചിരുന്നത്. പുറത്തു വന്നിരിക്കുന്നത് 200ഓളം പേരാണ് അതിൽ ആക്സിഡൻറ്റ് പറ്റിയത്. അതിൽ നഷ്ടപരിഹാരം പോലും കൃത്യമായി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അന്ന് വലിയ ആരോപണങ്ങൾ ഉണ്ടായില്ല. ശരിക്കും റെയിൽവേയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പൂർണ്ണമായി ഇടയ്ക്ക് നടപടി പറഞ്ഞിട്ടുണ്ടേ. റെയിൽവേയെക്കുറിച്ച് ഇത്തരം ആരോപണം വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം ഡെഡ് ബോഡി കുറച്ച് 100 പേര് മരിച്ചെങ്കിൽ 50 പേർ പതുക്കെ അവർ അന്വേഷിക്കുള്ളൂ. പതുക്കെ കിട്ടിയാൽ 50 പേർ ഡെഡ് ബോഡി കിട്ടി അതിൻ്റെ നഷ്ടപരിഹാരം കൊടുത്താൽ മതി. ബാക്കി 50 കിട്ടാതിരുന്നാൽ ആ കോടാനുകൂടി രൂപയാണ് റെയിൽവേക്ക് ലാഭം. അതെല്ലാ സ്ഥലത്തും, കേരളത്തിൽ, ഇന്ത്യ, ബീഹാറിലെല്ലാം റെയിൽവേ 21 പേരുടെ വിവരങ്ങളിൽ ആരാ എന്താന്നുള്ള അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. അപ്പോൾ ലാഭം അത്ര കാശ് ലാഭമല്ലേ റെയിൽവേ. ഇതിൽ ഒരാള് ഇത്തരം ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഒരാൾക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചത് മാധവറാജ് സിന്ധ്യ ആയിരുന്നു, റെയിൽവേ മന്ത്രി. പക്ഷേ ഇതുവരെ അയാൾക്ക് ഒരു വസ്തുവും കൊടുത്തില്ല. അയാളിപ്പം ജീവനോടെ ഉണ്ടോ അറിയില്ല നമുക്ക്. ഇതേപോലെ തന്നെയാണ് കോഴിക്കോട് കടലുണ്ടി ദുരന്തത്തിൽ 52 പേരാണ് മരിച്ചത്. ഏകദേശം 222 പേർക്ക് പരിക്കേറ്റു. 3 ബോഗികളാണ് ഈ വെള്ളത്തിലേക്ക് വീണത്. അപ്പം അത് 2001 ജൂൺ 22 നടന്നത്. ഇതാണ് ഏറ്റവും കേരളത്തിൽ നടന്ന 2 വലിയ ദുരന്തങ്ങൾ എന്ന് പറയാം. പക്ഷെ അതൊരു യാത്ര, പൊതുവായുള്ള യാത്രയാണ്. ഇത് ഉല്ലാസയാത്രയ്ക്ക് പോയിട്ടാണ്. ആ പിള്ളേർ ആഹ്ലാദിച്ച് സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് പോകുന്ന വഴിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിന് തൊട്ട് മുമ്പ് ഒരു ഫോട്ടോ ഉണ്ട്, അത് കണ്ടായിരുന്നു? അത് ആ ഒരു ഫോട്ടോ അതായത് അവര് വാൻ മറിയുന്നതിന് മുമ്പായിട്ട് എടുത്ത ഫോട്ടോ ഉണ്ട്. ടീച്ചർ ഉൾപ്പെടെ അതാണ് അതിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ട് അത്ര സജീവമായ മുഖം കാണുന്നത്. ആ മുഖമാണ് 1 മണിക്കൂറോ 2 മണിക്കൂറോ വൈകുന്നേരം 5:30 ആയപ്പോഴത്തേക്കും ഛിന്ന ഭിന്നമാകും.
അതായത് മരണത്തെ പറ്റി പറയുകയാണെങ്കിൽ രംഗബോധമില്ലാത്ത കോമാളി എന്ന് പറയുന്നത് ഇവിടെ കൃത്യമായി ഇതിന് ഉപമിക്കാവുന്നതാണ്. കാരണം ഇത്രയും സന്തോഷിച്ച് അതേപോലെ ഒരു സ്കൂളിനെ നയിക്കുന്ന, വിദ്യ പകർന്നു കൊടുക്കുന്ന ആ നാടിൻ്റെ ഒരു പരിച്ഛേദമായ സ്കൂളും അതിൻ്റെ അധ്യാപകരെയാണ് മരണം തട്ടിയെടുത്തിരിക്കുന്നത്. അവരധികം ദൂരെ പോയില്ല. ഊട്ടിയോ കൊടൈക്കനാലോ അല്ലെ ഡാർജിലിങ്ങിലോ ഒന്നല്ല പോയത്. അവരുടെ പരിമിതമായ വരുമാന കപ്പാസിറ്റി. വാൾപ്പാറയൊക്കെ കേരളത്തിൽ നിന്നുള്ള സ്കൂളിൽ നിന്ന് പോകുന്ന സ്കൂളിൻ്റെ പിള്ളേർ തീരെ ഇടത്തരക്കാർ പിള്ളേരായിരിക്കും മുഴുവൻ. അല്ലാതെ കുട്ടികളില്ല, ടീച്ചേഴ്സ് മാത്രമാണല്ലോ പോയിരിക്കുന്നത്. ടീച്ചേഴ്സാണ്. ഒരു കുട്ടിയായിട്ടുള്ളൂ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ള 2 കുട്ടികളാണുള്ളത്. മരിച്ചതിൽ 2 കുട്ടികളാണുള്ളത്. ഒരു കുട്ടി ആക്സിഡന്റ് പെട്ടു, ഒരു കുട്ടി മരിച്ചു. അവർക്ക് അത്ര അതിന്റെ പരിമിതമായ അവരുടെ വരുമാനം കൊണ്ടാണ് അവർ പോയിരിക്കുന്നത്. ഇവിടെ ഡ്രൈവർ ഏകദേശം 22 വയസ്സുള്ള ഒരാളാണ്, മുഹമ്മദ് ഹനീഫ എന്ന് പറയും. അവരൊക്കെ ഓടിച്ച് പരിചയമുള്ളവരായിരിക്കും. പക്ഷേ ആ പർട്ടിക്കുലർ ഒരു സെക്കൻഡിന്റെ വ്യത്യാസം മതിയല്ലോ എന്തിനാണല്ലോ. അല്ല, മരണം എന്ന് പറയുന്നത് ഒരു ഒരു ഇടിമിന്നൽ വന്നാൽ, രംഗബോധമില്ലാത്ത ഇടിമിന്നൽ, ഒരു സെക്കൻഡ് കൊണ്ട് തകർന്നു പോകുന്ന കണ്ടില്ലേ? മിന്നൽ വന്നിട്ട് കഴിഞ്ഞു ആളെ. ചിലപ്പോൾ ആരാന്ന് പോലും അറിയില്ല. പാടത്തൊക്കെ നിൽക്കുമ്പോൾ മൊത്തം കത്തുക. ഇതിലേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരം വണ്ടികൾ ടൂർ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആഹ്ലാദിച്ച് ഇങ്ങനെ സന്തോഷിച്ചൊക്കെ പോകുമ്പോൾ ഈ ഡ്രൈവർമാരെ സ്പീഡ് കൂട്ടാൻ പ്രോത്സാഹിപ്പിക്കും. ഈ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ. ഇത്തരം ടൂർ പ്രോഗ്രാമിലൊക്കെ കാണുന്നൊരു പ്രത്യേകതയാണ്. പിന്നെ പാട്ട്, ചിലപ്പോൾ വണ്ടിക്കകത്ത് ഡാൻസ്. അല്ല, അവിടെ ഒരു റിസ്ക് പിടിച്ച യാത്ര തന്നെയാണ്. കാട്ടിന്റെ ഉള്ളിലൂടെയുള്ള മുഴുവൻ കാടാണ്. കടക്കുന്നത് ചെക്ക് പോസ്റ്റോടെ കാറ് അവിടെ കയറി കഴിഞ്ഞാൽ താഴെ വരെ കാണാം. ഒരു മെഡിക്കൽ ചെക്കപ്പിന് പെട്ടെന്ന് ഒരു മെഡിക്കൽ ഫെസിലിറ്റി അറേഞ്ച് ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥലം. അതെ, ചെന്ന് പറ്റാൻ പറ്റില്ല ആൾക്കാർക്ക് ചിലപ്പോൾ. അങ്ങനെയും വരാം. ആ അപകടത്തിന്റെ അതിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട പ്രിക്കോഷൻ എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. ഇവിടെ ഒരു മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവിടേക്ക് ഹെലികോപ്റ്റർ വഴി എത്താനുള്ള ഇതുവരെ സമയമായിട്ടില്ല. അദ്ദേഹം വീണ ജോർജിന്റെ കഴുത്തിന് ഉളുക്കിയപ്പം മരണനിരക്ക് കൂടണമെന്ന് സാർ ആഗ്രഹിക്കുന്നുണ്ടോ? ശൈല ടീച്ചറെ കൈപൊക്കി എന്താ സംഭവം ഉണ്ടാവും നമുക്കറിയില്ല. അമേരിക്കയിൽ പോയപ്പോഴും വലിയ ദുരന്തമായിരുന്നു, ദുബായിൽ പോയപ്പോഴും വലിയ ദുരന്തമായിരുന്നു. എവിടെ ഇറങ്ങുന്നോ അവിടെയൊക്കെ മാൻട്രാക്കിന്റെ എഫക്റ്റ് ആണ്. അതേപോലെ നമുക്ക് പറയാൻ പറ്റില്ല ഇവരെന്താണ് ചെയ്യാവുന്നത്. പക്ഷെ നമ്മൾ ആ തമാശ വിടാം. പക്ഷെ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു വന്ന് ആ സ്ഥലത്തേക്ക് വരിക, സ്കൂളിലേക്ക് വരിക, ഇതുവരെ ഉണ്ടായില്ല. ഒരു അനുശോചനം മാത്രമാണ് കുറേ ദിവസത്തിന് ശേഷം പുറത്തു വന്നൊരു സംഭവം. ഇതുവരെ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ട് യാതൊരു വിവരവും ഇല്ല. കണ്ണിന് ഓപ്പറേഷൻ തന്നിട്ട് അദ്ദേഹം ചെന്നൈ പോയി അവിടുന്ന് നേരെ അമേരിക്കയിൽ പോകാനുള്ള പരിപാടിയാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. അദ്ദേഹം ഉന്നതമായ ജനാധിപത്യ ബോധം ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. ഈ കഴിഞ്ഞ 9-ാം തീയതി വോട്ടിട്ട് പെട്ടിയിൽ വോട്ടെല്ലാം ആയി കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ നാളെ മുതൽ മുഖ്യമന്ത്രി ആയിരിക്കുകയില്ല. ആ ജനാധിപത്യ ബോധത്തെ അങ്ങനെ ആവണ്ട. 9-ാം തീയതി വരെയുള്ള ആളുകളെ സോപ്പിട്ട് അടി കൂടെ നടന്നത് അത് വേറെ. ഇനി പഴയതിനേക്കാൾ കുറച്ചും കൂടെ ഗൗരവമായിട്ട് മന്ത്രിസ്ഥാനം മുഖ്യമന്ത്രിയായി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആര് വില വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ മറ്റേ കോലിലൊക്കെ സമരം തുടങ്ങിയിട്ടുണ്ട്. സമരം തുടങ്ങാനുള്ള കാരണങ്ങളെല്ലാം ഒപ്പിച്ചു വരുന്നുണ്ട്. നാളൊരു പയ്യൻ ആത്മഹത്യ ചെയ്തില്ലേ, അവിടെ SFIക്കാരുടെ സമരമുണ്ട്. സ്വന്തം മണ്ഡലത്തിലാണ്. ഇവിടെയാണ് അവിടെ പിണറായി ഇന്നേവരെ തിരിഞ്ഞു നോക്കിയില്ല. ഇനിയിപ്പോൾ ഇഷ്ടം പോലെ ഇത്തരം സമരങ്ങൾ നമുക്ക്. എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം, എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി ആവാന്നുള്ള ദിവാസ്വപ്നത്തിൽ ഇനി പഴയ മാതിരി എന്നെ എല്ലാവരും കാണണ്ട, 41 വണ്ടിയിലല്ല 82 വണ്ടിയിലാണ് ഇനി നടക്കേണ്ടത് എന്നുള്ള ചിന്തയിൽ അദ്ദേഹം നടക്കുന്നതായിരിക്കാം. അങ്ങനെ ആയിക്കൂടെ. 9-ാം തീയതി 8-ാം തീയതി 9-ാം തീയതി വരെയല്ലേ ഇലക്ഷൻ നടക്കേണ്ട ആവശ്യമുള്ളൂ. അതുവരെ ജനങ്ങളുടെ ഇടയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിച്ചെന്നു. ഈ വൃത്തികെട്ടവന്മാരുടെ ഇടയിലേക്ക് നമ്മൾ പറയുന്ന ക്രൂരമായ, ഈ സമയത്ത് പറയുന്ന ക്രൂരമായ ഫലിതമാണെങ്കിലും ഇതിനകത്ത് പിണറായി വിജയന്റെ പേര് വരുമ്പോൾ അത്തരം ഫലിതങ്ങൾ അറിയാതെ വന്നുപോകും. അല്ല, അത് ശരിയാണ്. അദ്ദേഹം ഈ നിമിഷം വരെ ഇത്ര വലിയ ദുരന്തം ഉണ്ടായിട്ട് പ്രധാനമന്ത്രി പോലും അവിടെ നിന്ന് അനുശോചിച്ചു. അദ്ദേഹം ഒരു അനുശോചനം രേഖപ്പെടുത്തുകയല്ല, പ്രസൻസ് ആണ് ആവശ്യം. അദ്ദേഹം വീണ ജോർജിന്റെ കഴുത്തൊടുക്കിന് പോകാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ ഇവിടെ വന്നില്ല? അതാണ് അതിന്റെ ചോദ്യം. വീണ ജോർജിന്റെ കഴുത്തൊടുക്കലാണോ ഈ അധ്യാപകർക്കുണ്ടായ അപകട മരണങ്ങളാണോ കേരളത്തെ ബാധിക്കുന്ന ദുരന്തം? വീണ ജോർജിന്റെ ആണെന്ന് പിണറായി വിജയന് വീണ ജോർജിന്റെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അത് പ്ലാൻഡ് ആയിട്ട് പിണറായി വിജയൻ തന്നെ ഉണ്ടാക്കിയ ഒരു കഴുത്തൊടുക്കായിരുന്നു, ആക്രമണമായിരുന്നു. ഷംസീറിനോട് പറഞ്ഞ് അത് അപ്ലൈ ചെയ്തു, ഹോസ്പിറ്റലിൽ എത്തിച്ചു. അങ്ങനെ അവർ അത് മുതലെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ പൊളിഞ്ഞു പോയി. ക്യാമറ കണ്ണുകളുടെ മുന്നിൽ അവർ ആ നാണം കെട്ടില്ലാതായിപ്പോയി.
അങ്ങനെയാണ് വീണ ജോർജിന്റെ ശരിക്കും പറയാൻ ശോചനീയ അവസ്ഥ അവസാനം ഉണ്ടായത്. ആ മണ്ഡലത്തിലെ പുറത്തിറങ്ങി ചാനലുകാരെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാൻ അവർക്ക് പറ്റാത്ത അവസ്ഥയായി. അതാണ് അപ്പോൾ ആദ്യം പറഞ്ഞ അസുഖം കാരണം അപ്പം അത്രയും ഗൗരവം ഇതിന് കൊടുക്കും. അപ്പം ആ പിണറായി വിജയൻ ഇത്രയും വലിയ ദുരന്തം കേരളത്തിൽ ഉണ്ടായിട്ടും അദ്ദേഹം ഇപ്പോഴും മുഖ്യമന്ത്രി ആണല്ലോ. അടുത്ത മാസം 3-ാം തീയതി വരെ 4-ാം തീയതി വരെ അദ്ദേഹം മുഖ്യമന്ത്രി ആണല്ലോ. അദ്ദേഹത്തിന് ഇപ്പോഴും ഹെലികോപ്റ്റർ ഉണ്ട്. അടുത്ത മുഖ്യമന്ത്രി സത്യം പറഞ്ഞവരെ സാങ്കേതികമായിട്ട് അങ്ങനെ ആണല്ലോ. മാത്രമല്ല അദ്ദേഹം ഈ നിമിഷം വരെ അനുശോചനം എവിടുന്നോ ഒന്ന് രേഖപ്പെടുത്തി പുറത്തു വിട്ടൊന്നുമില്ല. അദ്ദേഹം പുറത്തിറങ്ങിയിട്ടില്ല, പുറത്ത് പത്രക്കാരെ കണ്ടിട്ടില്ല. അദ്ദേഹം നേരിട്ട് വന്ന് ഇവിടെ ഒരു മര്യാദ കാണിക്കേണ്ടതായിരുന്നത് കേരളത്തിന് തന്നെ അപമാനമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. സാർ ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ പിണറായി വിജയനായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. മര്യാദ ഇതൊക്കെ ആരെക്കുറിച്ചാണ് പറയുന്നത്? അല്ല, നമ്മൾ പറഞ്ഞു പോവുകയാണ്. നമ്മള് കേരളക്കാര് ഒരു മുഖ്യമന്ത്രി ഉണ്ട്, ആരായിക്കോട്ടെ, ഏത് പാർട്ടിയിലായാലും ശരി, ഒരു മനുഷ്യൻ 10 പേര് 9 പേര് മരിച്ചു, ഈ 4 പേര് കിടക്കുകയാണ്. കേരളത്തിലെ വലിപ്പമുണ്ടായ ഏറ്റവും വലിയ എല്ലാവരും നടുക്കിയ ഹൃദയഭേദകമായ ഒരു മരണങ്ങളാണ്. ആശ്വസിക്കാം, ആ ഡ്രൈവർ, ഈ ടീച്ചർമാരെ കൊണ്ട് പോയ ഡ്രൈവർ ജീവൻ രക്ഷാപ്രവർത്തനം ചെയ്തതിൻ്റെ ഭാഗമായാണ് ഇവർ മരിച്ചെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റിയില്ല. അങ്ങനെയും പിണറായി വിജയൻ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ അതുകൊണ്ടായിരിക്കും അദ്ദേഹം ചെല്ലാത്തത്.